ശബരിമലയിൽ എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ മൂക്കത്ത് വിരൽ വെച്ചിരിക്കുന്നവർക്ക് മുന്നിലേക്ക് മാതൃഭൂമി ന്യൂസ് നിർണായക വിവരങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്നു. ക്ഷേത്ര ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പങ്ങളിലെ കവചം സ്വർണമാണെന്ന് രേഖകൾ സഹിതം മാതൃഭൂമി ന്യൂസ് തെളിയിച്ചു. 2019 ചെമ്പ് കവചം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയെന്ന് വരുത്താനായിരുന്നു ദേവസ്വം ബോർഡിന്റെ ശ്രമം. വിജയ് മല്യ ദ്വാരപാലക ശില്പങ്ങളിലും സ്വർണം പൂശിയെന്ന വിവരം മാതൃഭൂമി ന്യൂസ് പുറത്തു കൊണ്ടുവന്നതോടെ വിവാദത്തിൽ നിർണായക വഴിത്തിരിവായി. കൂടുതൽ ആഡംബരമൊന്നുമില്ല. 2019 ശബരിമല സന്നിധാനത്ത് നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയ ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ എന്തു ചെയ്തു? തിരികെ കൊണ്ടുവന്നത് കൊണ്ടുപോയ അതേ പാളികൾ തന്നെയാണോ? അതല്ല പുതിയതാണെങ്കിൽ പഴയത് എന്തു ചെയ്തു? ഇതിന് ഉത്തരം കിട്ടിയാൽ മതി. ബാക്കിയെല്ലാം ക്ലിയറായി. ഈ വിവാദം ഇങ്ങനെയൊരു ചോദ്യത്തിലേക്ക് ചുരുക്കാൻ കാരണം മാതൃഭൂമി ന്യൂസ് ഓരോ ഘട്ടങ്ങളിലും തെളിവ് സഹിതം നൽകിയ വാർത്തകളായിരുന്നു. 2019 ശബരിമല ക്ഷേത്ര ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പങ്ങളിലെ കവചം ചെമ്പെന്ന വാദമായിരുന്നു ദേവസ്വം ബോർഡിന്. ഈ വാദം മാതൃഭൂമി ന്യൂസ് പൊളിച്ചത് 1998 സെപ്റ്റംബറിലെ മാതൃഭൂമി പത്രത്തിലെ വാർത്തയിലൂടെയാണ്. ആ വാർത്തയിൽ വിജയ് മല്യ ശ്രീകോവിലിൽ എവിടെയൊക്കെ സ്വർണം പൂശിയെന്ന് വ്യക്തമാക്കിയിരുന്നു. വിജയ് മല്യയുടെ വാർത്താ സമ്മേളനമടക്കം അടിസ്ഥാനമാക്കിയായിരുന്നു വാർത്ത. ശ്രീകോവിലിന്റെ മേൽക്കൂരയിലെ 4 നാഗരൂപങ്ങൾ, ശ്രീകോവിലിന്റെ സീലിംഗ്, 2 ദ്വാരപാലക ശില്പങ്ങൾ, ഭിത്തിയിലെ അയ്യപ്പചരിതം എഴുതിയ തകിടുകൾ, 2 കമാനങ്ങൾ, ശ്രീകോവിലിലെ കാണിക്കവഞ്ചി, ശ്രീകോവിലിലെ 3 കലശങ്ങൾ, ശ്രീകോവിലിന് ചുറ്റുമുള്ള ആനകളുടെ പ്രതിമകൾ, 3 കർണകൂടവും തൂണുകളും, ശ്രീകോവിലിന്റെ മുഖ്യ കവാടം, കന്നിമൂല ഗണപതി കോവിലിന്റെ കലശം, നാഗരാജ കോവിലിന്റെ കലശം. ഇത്രയും സ്ഥലത്താണ് വിജയ് മല്യ സ്വർണം പൊതിഞ്ഞത്. ഇതോടെ ദ്വാരപാലക ശില്പങ്ങളിലെ ചെമ്പ് സ്വർണം പൂശാനെന്ന മട്ടിൽ 2019 തയ്യാറാക്കിയ ദേവസ്വം ഉത്തരവും സംശയനിഴലിലായി. സ്വർണം ചെമ്പാക്കാനുള്ള ഒടിവിധിയായിരുന്നോ ആ ഉത്തരവ്? ഏതായാലും അന്ന് കൊണ്ടുപോയത് ചെമ്പാണെന്ന ഒറ്റ സ്റ്റാൻഡിൽ നിൽക്കുകയാണ് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും. അങ്ങനെയാണോ? അങ്ങനെയല്ല എന്ന് തെളിയിക്കുന്ന ചില സാക്ഷിമൊഴികൾ കൂടി മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടു. 1999 വിജയ് മല്യയ്ക്ക് വേണ്ടി സന്നിധാനത്തെത്തി സ്വർണം പൊതിഞ്ഞത് പരിശോധിച്ചയാളാണ് സെന്തിൽനാഥൻ. ശബരിമല സ്വർണ്ണപ്പാളി വിവാദം വലിയ വിഷയമായി കത്തിക്കയറുന്ന സാഹചര്യത്തിലാണ് നിർണായക വെളിപ്പെടുത്തൽ സെന്തിൽനാഥൻ നടത്തിയത്. അദ്ദേഹം ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. താങ്കൾ പറഞ്ഞത് 99 കാലഘട്ടത്തിൽ വിജയ് മല്യയുടെ നിർദ്ദേശപ്രകാരം അവിടെ എത്തുകയും ഇക്കാര്യങ്ങൾ ഇൻസ്പെക്ട് ചെയ്യുകയും ചെയ്തു എന്നാണ് അല്ലേ? അതെ, 99 അവർ വർക്ക് അണ്ടർടേക്ക് ചെയ്യുന്നു. 99 കോടതി ഓർഡർ കിട്ടുന്നു, എ ആർ ലക്ഷ്മൺ സാറിൻ്റെ ഓർഡർ കിട്ടുന്നു. അതിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ട് ഇന്ന റൂൾസ് ഫോളോ ചെയ്യണം എന്നുള്ളത്. അന്ന് എത്ര സ്വർണം ഉപയോഗിച്ചിട്ട്? 30.3 കൊടുത്തതായിട്ടാണ് എൻ്റെ അറിവ്. അതാണ് എല്ലാറ്റിലും കൂടി, എല്ലാ കംപ്ലീറ്റ് വർക്കിനും കൂടി കൊടുത്തിരിക്കുന്നത് 30.3 ഗ്രാംസ്. അത് മാതൃഭൂമി തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റൂഫ് ഇത് എല്ലാം അങ്ങനെ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോഴേക്കും റഫ്ലി ഒരു 2.5 കിലോസ് ഗോൾഡോളം ദ്വാരപാലകരുടെ മാത്രം യൂസ് ചെയ്തിട്ട് എനിക്ക് ഡെഫിനറ്റ് ആയിട്ട് പറയാൻ പറ്റും. ഇപ്പൊ ചെമ്പ എന്ന് പറയുമ്പോൾ അതിൽ വലിയ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. 100% ചെമ്പാണ് എൻ്റെ കിട്ടിയത് സ്മാർട്ട് ക്രിയേഷൻ പറയണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ചെമ്പ എന്ത് വസ്തുവാണ് കിട്ടിയത് അതൊന്ന് പറയണം. ചെമ്പ് മാത്രമാണെങ്കിൽ എത്ര തൂക്കം ഉണ്ടായെന്ന് അവർ പറയണം. വെറുതെ ഒരു സാധനം ഞാൻ റിസീവ് ചെയ്ത് ഞാൻ പൂശി കൊടുത്തു എന്ന് പറയുമ്പോഴേക്കും അത് നമ്മുടെ വീട്ടിലെ സാധനമാണ് ഞാനും നിങ്ങളും പറഞ്ഞു തീർക്കാം. ഒരു തേർഡ് പാർട്ടി ഒരു ശബരിമലയുടെ ഒരു സാധനം എന്ന് പറയുമ്പോഴേക്കും ദേ ആർ സപ്പോസ് ടു കീപ്പ് റെക്കോർഡ്. ഈ ജോലികൾ ഇതൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ടോ? ചെന്നൈക്ക് കൊണ്ടുപോയി ചെയ്യേണ്ടതും അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശിയെന്ന അന്നത്തെ ദേവസ്വം ചീഫ് എഞ്ചിനീയർ രവികുമാറും മാതൃഭൂമി ന്യൂസിനോട് വെളിപ്പെടുത്തി. 1998 ശബരിമല ശ്രീകോവിലിന്റെ ഭാഗമായ 5 ഇടങ്ങളിൽ സ്വർണം പൊതിഞ്ഞിട്ടുണ്ട്. വിജയ് മല്യ സ്വർണം പൊതിയുന്ന ആദ്യഘട്ടത്തിൽ ശബരിമലയിൽ ഉണ്ടായിരുന്നെന്നും പൊതിഞ്ഞ സ്വർണത്തിന്റെ കണക്ക് ദേവസ്വം ബോർഡിന്റെ കൈവശം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും രവികുമാർ ഉറപ്പിച്ചു പറയുന്നു. രവികുമാർ സേവനമനുഷ്ഠിക്കുന്ന കാലത്ത് ശ്രീകോവിലിന്റെ ഭാഗമായിട്ടുള്ളതൊന്നും അറ്റകുറ്റപ്പണികൾക്കായി പുറത്തേക്ക് കൊണ്ടുപോയിട്ടില്ല. സാർ, ആ ഘട്ടത്തിൽ സാർ അവിടെ ഉണ്ടായിരുന്നു? ഈ വിജയ് മല്യ അവിടെ സ്വർണം പൂശുകയാണോ പൊതിയുകയാണോ ചെയ്തത്? കൃത്യമായി പറഞ്ഞാൽ വിജയ് മല്യ ഈ സ്വർണം ലെയറാക്കി, അതായത് ഫോയിലാക്കിയിട്ട് അത് പേസ്റ്റ് ചെയ്ത് മെർക്കുറിയും കൂടെ ചേർത്ത് പേസ്റ്റ് ചെയ്താണ് ചെയ്തിട്ടുള്ളത്.
എവിടെയൊക്കെയായിരുന്നു സാർ അന്ന് ഈ പറയുന്ന പ്രവർത്തനം നടന്നത്? അത് മെയിൻലി ഏറ്റവും കൂടുതൽ സ്വർണം ഉപയോഗിച്ചത് ശ്രീകോവിലിൻ്റെ റൂഫിനാണ്, മേൽക്കൂരയ്ക്കാണ്. രണ്ടാമത് വന്നിരിക്കുന്ന ഡോറ്, അതിൻ്റെ വാതിൽപ്പടി, ശ്രീകോവിലിൽ നിന്ന് ഇറങ്ങുന്ന പടികൾ, കൈവരി എന്നിവയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഏറ്റവും അവസാനമാണ് ഈ ദ്വാരപാലകരിലോട്ട് വന്നിട്ടുള്ളത്. 2 ദ്വാരപാലകരും അന്ന് ചെയ്തിരുന്നു. പൊതുമരാമത്ത് വകുപ്പിനാണോ അതോ ദേവസ്വം ബോർഡിന് തന്നെയായിരുന്നു ഒരു ചുമതല ഉണ്ടായിരുന്നു ഈ സ്വർണം പൂശലുമായി ബന്ധപ്പെട്ട്? ഇതിൻ്റെ ചുമതല തിരുവിതാംകൂറിന് 2 വിഭാഗമാണുള്ളത്. എഞ്ചിനീയറിംഗ് വിങ്ങും മേജർ വിഭാഗം ദേവസ്വമാണ്. എഞ്ചിനീയറിംഗ് വിങ് ഒരു ചെറിയ വിഭാഗമാണ്. പക്ഷേ ഈ സ്വർണത്തിൻ്റെയും കാര്യങ്ങളും വെള്ളിയുടെ ജോലികളും ചെയ്യുന്നതിന് പ്രത്യേകം ഒരു വിങ് തിരുവാഭരണം കമ്മീഷന്റെ കീഴിൽ ഉണ്ട്. അവരാണ് ഇതിൻ്റെ മേൽനോട്ടവും ബാക്കിയുള്ള പ്രൊസീജിയറും അതിന് ഓരോ പ്രാവശ്യവും ഓരോ ദിവസവും എടുക്കുന്ന സ്വർണത്തിൻ്റെയൊക്കെ അളവ് അവരുടെ മഹസറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായി എത്ര കിലോ സ്വർണ്ണമാണെന്നുള്ള രജിസ്റ്ററിലുണ്ട് എന്നാണ് സാർ പറഞ്ഞത്? രജിസ്റ്ററിലുണ്ട്. തിരുവാഭരണ രജിസ്റ്ററിലാണ് സാർ? തിരുവാഭരണം കമ്മീഷനുടെ കീഴിൽ ഉള്ള ഒരു രജിസ്റ്ററും ശബരിമലയിലുള്ള രജിസ്റ്ററിലും മഹസറിൽ വ്യക്തമായി ഓരോന്നിന് എത്രത്തോളം ആയിട്ടുണ്ട് എന്നുള്ളത് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്. ചർച്ചയാകുന്ന ദ്വാരപാലക ശില്പങ്ങളാണ്. അതിൽ സ്വർണം വന്ന് പൂശിയിരുന്നു അല്ലേ? ദ്വാരപാലകരിലും സ്വർണം പൂശിയിട്ടുണ്ട്. അത് അവിടുത്തെ മഹസറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്. കഥകിലും പൂശിയിട്ടുണ്ടോ സാർ? കഥകിലും പൂശിയിട്ടുണ്ട്. ഇപ്പോൾ പറയുന്നത് 2019 അറ്റകുറ്റപ്പണികൾക്കായി ഇത് ഇളക്കി മാറ്റി എന്ന് പറയുന്നു. അപ്പോൾ അതിന് മുൻപ് സാർ സർവീസിലുള്ള സമയത്തോ അതിനുശേഷമോ ഇത് ഇളക്കി അറ്റകുറ്റപ്പണികൾക്കായി അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടോ 2019 മുമ്പ്? 2013 വരെ ലാസ്റ്റ് ഡിസംബർ മാസത്തിലാണ് ഞാൻ റിട്ടയർ ചെയ്യുന്നത്. അതുവരെ ഈ വിജയമല്ലയെ ചെയ്തതിന് യാതൊരു കേടുപാടും ഉള്ളതായിട്ട് എനിക്ക് അറിവില്ല. 2019 മുമ്പ് ഈ 33 കൊല്ലത്തെ സർവീസിനിടയിൽ പുറത്തു കൊണ്ടുപോയി ചെയ്തതായിട്ട് യാതൊരു അറിവും എനിക്കില്ല. എന്തായാലും പങ്കുവയ്ക്കുന്ന ഏറ്റവും സുപ്രധാന വിവരം ഇത് സ്വർണം പൂശിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിന് 100% എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ അന്ന് സ്വർണം പൊതിയാൻ നേതൃത്വം നൽകിയവരെല്ലാം ഒന്നടങ്കം പറയുന്നു ദ്വാരപാലക ശില്പങ്ങളിലും വിജയ് മല്യ സ്വർണം പൊതിഞ്ഞിരുന്നുവെന്ന്. അങ്ങനെ വരുമ്പോൾ 2019 അത് എടുത്തുകൊണ്ടുപോയവർ പറയണം അതിനെന്ത് സംഭവിച്ചുവെന്ന്. ഏതായാലും ചെമ്പ് മാറി സ്വർണ്ണ സത്യം തെളിയും വരെ മാതൃഭൂമി ന്യൂസ് പിന്നാലെ ഉണ്ടാകും. അതെ, ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്ക് പിന്നാലെയും മാതൃഭൂമി ന്യൂസ് ഉണ്ടായിരുന്നു. ഉണ്ണികൃഷ്ണൻ ആദ്യം മാതൃഭൂമി ന്യൂസിന്റെ ക്യാമറയ്ക്ക് മുന്നിലെത്തിയപ്പോൾ ഇതായിരുന്നു പ്രതികരണം. ഞാൻ എൻ്റെ കാര്യങ്ങൾ അഡ്വക്കേറ്റ് മാത്രം കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. മീഡിയയോട് ഇപ്പൊ സംസാരിക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് പറയും. അതുകൊണ്ട് നിങ്ങൾ എന്താണ് നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. പിന്നെ തെളിയിച്ച് പുറത്തു വരേണ്ട എന്റെ ഉത്തരവാദിത്തമാണ്. താങ്ക് യു. അത് മാത്രം ഒന്ന് പറയാം. പിന്നെ വീട്ടുകാരെ ശല്യപ്പെടുത്തരുതേ. ഇവിടെ വന്ന് നടന്ന കാര്യം അവരൊക്കെ തെറ്റ് ചെയ്തിട്ടില്ല. ഇപ്പോഴും ഇതിൽ ഒറ്റ ആളെയാണ് ഫോക്കസ് ചെയ്യുന്നത്. പോറ്റീത് സത്യാവസ്ഥ പോറ്റിക്കാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ അത് തീരുമല്ലോ. അപ്പൊ പിന്നെ മീഡിയ പൊതുജനം മൊത്തം അറിയത്തില്ലേ പോറ്റി? മീഡിയ ആണോ ഇവിടെ തുലാസിൽ വെക്കുന്ന ഒരാൾ? അല്ല, അങ്ങനെയല്ല പോറ്റി. ഞാനൊരു ഇത് വയ്ക്കുന്നത് കോടതിയല്ലേ? അതെ പോറ്റി. എന്നാലും അല്ല, അങ്ങനെയല്ല പോറ്റി. പോറ്റിക്ക് പൊതുജനങ്ങളോട് പറയാനുള്ളത് മാധ്യമങ്ങളോട് അറിയിക്കാൻ പറ്റത്തില്ലേ? എന്ത് പറയാനാണ്? അല്ല പോറ്റി, നമ്മളിപ്പോ നിങ്ങളെ കുറ്റപ്പെടുത്തി മറ്റൊന്നും അല്ല പോറ്റി പറയുന്നത്. എന്ന് വെച്ചാല് അല്ല, ഒരിക്കലും ഇല്ല പോറ്റി. പറഞ്ഞ കാര്യം മാത്രം പറഞ്ഞാൽ മതി. ഞാൻ 52 വയസ്സായ ഈ നാട്ടില് എനിക്കൊരു ഐഡന്റിറ്റി ഉള്ളതാണ്. ഈ നിങ്ങൾക്ക് തകർക്കാൻ പറ്റുന്ന മുഴുവൻ തകർത്തു. പിന്നെ നിങ്ങൾക്ക് ഇനിയിപ്പോ വന്നിരിക്കുന്നതാണ് ഇനി അടുത്ത് അവരെ തകർക്കണം. ഞാൻ ശല്യപ്പെടുത്തണം. മാധ്യമങ്ങളോടൊന്നും പറയാനില്ലെന്ന് പറഞ്ഞ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി പക്ഷെ ഇന്ന് രാവിലെ ചിലതൊക്കെ പറഞ്ഞു. മുൻപ് ഇങ്ങനെ ഒരാൾ ചെയ്തിരുന്നു, അതിൽ ഇങ്ങനെമാതിരി ഗോൾഡ് ഉണ്ടായിരുന്നു എന്നൊക്കെ ഞാനും അറിയുന്നത് ഈ സമയത്താണ്. അപ്പൊ എനിക്ക് ചെമ്പെന്ന് പറയും. ഒരു പക്ഷേ ചിലപ്പോൾ അതിൽ സ്വർണം പൂശിയത് സ്വർണം നഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കാം, കാലഹരണപ്പെട്ടതുകൊണ്ടായിരിക്കാം. അങ്ങനെ ആ സമയത്ത് കാലഹരണപ്പെട്ടതുകൊണ്ടായിരിക്കാം ദേവസ്വം അങ്ങനെ തീരുമാനം എടുത്ത് തന്നിട്ടുള്ളത്. പക്ഷെ അതൊക്കെ എനിക്കിപ്പോൾ പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പൊ അത് എനിക്കിപ്പോൾ ഞാൻ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയതല്ല, ദേവസ്വം ഉദ്യോഗസ്ഥർ തന്നതാണ്. അപ്പൊ അത് തന്നെ എനിക്ക് ബൈ ഹാൻഡ് തന്നിരിക്കുന്ന ലെറ്ററിനകത്ത് അതായിരുന്നു. പിന്നെ ബൈലോയ്ക്കകത്തുള്ള ബാക്കി നിയമവശങ്ങൾ എനിക്ക് അറിയില്ലായിരുന്നു. അതിന്റെ വീഴ്ച, അതായത് ഞാൻ തന്നെ കൊണ്ടുപോയി എന്നുള്ളതൊക്കെ. പിന്നെ മെയിൻ്റെനൻസ് വർക്കും കൂടെ എഴുതിയിരിക്കുന്നതുകൊണ്ട് ആ മെയിൻ്റെനൻസിന്റെ വർക്കിന്റെ കാലതാമസം വന്നു. ഞാൻ ബാംഗ്ലൂർ താമസിക്കുന്നു. കമ്പനിയിൽ എത്തിയിട്ട് നമ്മൾ ബാംഗ്ലൂർ എത്തിയിട്ട് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് കമ്പനിയിലേക്ക് എത്തിക്കാനുള്ളൊരു കാലതാമസം വന്നിട്ടുണ്ട്. അത് ഈ പറയുന്ന മാതിരി 39 ദിവസമൊന്നുമില്ല, അതൊരു വീക്കെൻഡിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇപ്പം എന്നാലും ഞാൻ ഇപ്പം എന്ത് പറഞ്ഞാലും നിങ്ങൾ ആ 39 ദിവസത്തിൽ തന്നെ നിൽക്കുന്നതിന്റെ കാരണം ഹൈക്കോടതിയിൽ
അത് മെൻഷൻ ചെയ്ത് എഴുതിയിട്ടുണ്ട്. ശബരിമല ദ്വാരപാലക പാളി സ്വർണം പൂശാനുള്ള ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് എല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിച്ച ശേഷമുള്ള പ്രഹസനം. ജൂലൈയിൽ ഉത്തരവിറക്കും മുൻപ് തന്നെ സ്വർണം പൂശാനുള്ള പ്രവർത്തനങ്ങൾ ചെന്നൈയിൽ തുടങ്ങിയിരുന്നു. സ്വർണ്ണ പ്ലേറ്റുകളുടെ ഉദ്ഘാടനം ചെന്നൈയിൽ നടൻ ജയറാം നിർവഹിച്ചു. സ്മാർട്ട് ക്രിയേഷനിൽ പൂജ മാത്രമല്ല, ഉദ്ഘാടനവും നടന്നതിന്റെ ചിത്രവും മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടു. എല്ലാം സ്ഥിരീകരിച്ച് ജയറാം മാതൃഭൂമി ന്യൂസിനോട് സംസാരിച്ചു. എല്ലാം ഒരു അയ്യപ്പ ഭക്തന് കിട്ടിയ സൗഭാഗ്യമായി മാത്രമാണ് ജയറാം കണ്ടത്. അൻപത് വർഷത്തിന് മുകളിലായിട്ട് ശബരിമലയ്ക്ക് പോകുന്ന ഒരു ഭക്തന്റെ അടുത്ത് ഫോണിൽ വിളിച്ചിട്ട് എന്റെ സ്വപ്നത്തിൽ അങ്ങ് വന്ന് പൂജ ചെയ്താൽ ഗംഭീരമാവും, അയ്യപ്പസ്വാമിക്ക് പോകുന്ന ഒരു ഇതെന്ന് പറയുമ്പോൾ ആരായാലും ഓടിപ്പോയി ചെയ്യില്ലേ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു സ്വകാര്യ അഹങ്കാരമായിട്ട് എല്ലാവരോടും പറയുകയും ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കുക, എത്രയോ പേരുണ്ടായിട്ടും അയ്യപ്പസ്വാമി എന്നെ തന്നെ ഈ പൂജയ്ക്ക് നിയോഗിച്ചില്ലേ എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ പോയി ചെയ്തത്. അദ്ദേഹം വിളിച്ചു, ചെന്നൈയിൽ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ശബരിമലയിലേക്ക് പോകുന്നതിന് മുമ്പ് വന്ന് ഒരു പൂജയും മറ്റൊക്കെ ചെയ്താൽ നന്നായിരിക്കും. ഞാൻ വീരമണിയെ വിളിച്ചിട്ടുണ്ട്, അദ്ദേഹം വന്ന് പാട്ട് പാടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോ ഞാൻ ചെല്ലുമ്പോൾ വീരമണി സ്വാമി ഉണ്ട്. അല്ല, ഞങ്ങൾ ഒരുമിച്ചാ പോയത്. കറക്റ്റാ, ഞങ്ങൾ ഒരുമിച്ചാ പോയത്. എന്നിട്ട് അദ്ദേഹം പാട്ടുകൾ പാടി, ഞാനും ഒരുമിച്ചിരുന്ന് പാടി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കർപ്പൂരം ഒഴിഞ്ഞു, ശരണം വിളിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് പ്രധാന പൂജ ചെയ്ത്. കൂടെ ഞാനും ഇരുന്നു. ഇതോടെ ഒരു കാര്യം വ്യക്തമാകുന്നു. മല്യ സ്വർണം പൊതിഞ്ഞ പാളി ചെമ്പാക്കുന്നതിൽ അന്നത്തെ ദേവസ്വം ബോർഡ് നേതൃത്വത്തിനും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുമുള്ള പങ്ക് കൂടുതൽ തെളിയുകയാണ്. അല്ലാതെ സ്വർണം പൂശുന്നതിന് മുൻപ് പോറ്റി ചെന്നൈയിൽ പണി തുടങ്ങേണ്ട കാര്യമില്ലല്ലോ. എല്ലാത്തിനും ഉത്തരം പറയേണ്ടി വരും. യഥാർത്ഥ സ്വർണ്ണപ്പാളിക്ക് സംഭവിച്ചതെന്ത് എന്നതാണ് ചോദ്യം. ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണം ബംഗളൂരു കേന്ദ്രീകരിച്ചായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രധാന ഭാരവാഹിയായ ബംഗളൂരു ശ്രീരാംപുര അയ്യപ്പ ക്ഷേത്രത്തിൽ കവചം സൂക്ഷിച്ചിട്ടുണ്ടെന്ന സംശയത്തിലായിരുന്നു അന്വേഷണ സംഘം. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദം വീണ്ടും സജീവമാകുമ്പോൾ അതിൽ ഒരു ശ്രദ്ധാകേന്ദ്രമാകുന്നത് ബംഗളൂരുവിലെ ശ്രീരാംപുര അയ്യപ്പ ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിലാണ് വിവാദ നായകനായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി വർഷങ്ങളോളം പൂജ ചെയ്തിരുന്നത്. പണ്ട് ഇവിടെ ഒരു 10-30 വർഷം മുമ്പ് ഇവിടെ പൂജാരിയായിരുന്നു. 2004 ഇവിടുന്ന് ശബരിമലയ്ക്ക് പോയത്. പിന്നീട് 2019 അതായത് ഈ ദ്വാരപാലക സ്വർണം മാറ്റുന്ന ആ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ കൈവശമാണ് അത് കൊടുത്തുവിട്ടതെന്ന് പറയപ്പെടുന്നു. ഏതായാലും ഈ ഒരു കാലയളവിൽ വെച്ചുകൊണ്ട് ശബരിമലയിലേക്ക് ഒരു സ്വർണ്ണവാതിൽ, അതായത് ശബരിമല ശ്രീകോവിലിൻ്റെ വാതിൽ സ്വർണം പൊതിഞ്ഞ് സമർപ്പിച്ചിരുന്നു. ഇത് ബംഗളൂരു വ്യവസായിയായിട്ടുള്ള വിനീത് ജെയിൻ എന്നയാളാണ് സമർപ്പിച്ചത്. ഈ വാതിൽ ശ്രീരാംപുര അയ്യപ്പ ക്ഷേത്രത്തിൽ കൊണ്ടുവരികയും അതുപോലെ തന്നെ ആ ക്ഷേത്രത്തിൻ്റെ ഒരു ഭാരവാഹിയായിട്ടുള്ള ശ്രീ വിശ്വംഭരൻ പറയുന്നുണ്ട്. ഡോർ ഇവിടെ കൊണ്ടുവന്ന് പബ്ലിക്കിനെ കാണിച്ചു. നമ്മൾ ഇരുമുടി കെട്ടുന്നിടത്ത് വെച്ച് എല്ലാവരെയും കാണിച്ചിട്ട് അത് പാക്ക് ചെയ്ത് അങ്ങനെ കൊണ്ടുപോയി. ആരാണിത് ഇവിടെ എത്തിച്ചത്? ഉണ്ണികൃഷ്ണൻ പോറ്റി, പിന്നെ ഒരു രമേശ്, പിന്നെ ഒരു സ്വാമിജീനെയും കൂട്ടിക്കൊണ്ടുവന്നു. ശബരിമലയിലെ മെയിൻ ഡോറാണെന്ന് പറഞ്ഞാണ് കൊണ്ടുവന്നത്. ബംഗളൂരു വ്യവസായി വിനീത് ജെയിനിനെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടന്നു. വിജിലൻസിന് സൂചനകൾ ലഭിച്ചത് ഇന്റർനെറ്റിലെ വാർത്തയിൽ നിന്നായിരുന്നു. ഇതും മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടു. വാർത്ത വന്നത് ബംഗളൂരുവിൽ 2019 സെപ്റ്റംബർ 14. വാർത്തയിൽ പറയുന്നത് ഇങ്ങനെ: ബംഗളൂരു വ്യവസായി വിനീത് ജെയിനിന് ശബരിമലയിലെ സ്വർണ്ണപ്പാളി ലഭിക്കുന്നു. ഈ പാളികൾ ശബരിമലയിൽ വിജയ് മല്യ സമർപ്പിച്ചത്. ദേവസ്വം അംഗത്തിന്റെ സ്വപ്നത്തിൽ പാളികൾ മാറ്റാൻ അയ്യപ്പൻ നിർദ്ദേശിച്ചത്രേ. അങ്ങനെ പാളികൾ ബംഗളൂരുവിലെത്തിച്ചു. പകരം മറ്റൊരു സ്വർണ്ണപ്പാളി നിർമ്മിച്ചു എന്നും വാർത്തയിലുണ്ട്. ചെമ്പ് തകിട് നിർമ്മിച്ചത് ഹൈദരാബാദിലെന്നും സ്വർണം പൂശിയത് ചെന്നൈയിലെന്നുമാണ് വാർത്ത. സെപ്റ്റംബർ 13 ഈ സ്വർണ്ണപ്പാളി ശബരിമലയിൽ സമർപ്പിക്കുകയും ചെയ്തു. ഇതേ ദിവസമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പാളികൾ സന്നിധാനത്തെത്തിച്ചത്.
ഈ വിനീത് ജെയിനുമായിട്ട് എങ്ങനെ പരിചയം? വിനീത് ജെയിൻ നമ്മുടെ ഒരു സുഹൃത്ത് തന്നെയാണ്. സാമ്പത്തിക ഇടപാട് വല്ലതും ഉണ്ടോ? സാമ്പത്തിക ഇടപാട് ഇപ്പൊ നിങ്ങൾ മാധ്യമ പ്രവർത്തകരാണ്. നിങ്ങളിപ്പോ ഒരു 1000 രൂപ കടം വാങ്ങിച്ചിട്ട് ആ 1000 രൂപ കടം അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങിക്കില്ല. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും സാമ്പത്തിക സഹായം വാങ്ങിച്ചിട്ടുണ്ടാവും, കൊടുത്തിട്ടും ഉണ്ടാവും. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഇടനിലക്കാരന്റെ ഇടപാടുകളിൽ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാണ്. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഓരോ ദിവസവും പുതിയ പുതിയ വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട 4 ചോദ്യങ്ങൾ ഇവയാണ്. എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു സ്പോൺസറായി അവതരിക്കുന്നത് എന്നതാണ്. സന്നിധാനത്തെ ചില ഉന്നതരെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിന്റെ സ്പോൺസറായി ഉണ്ണികൃഷ്ണൻ പോറ്റി മാറുന്നത്. അക്കാര്യം എന്തായാലും ഇനി വരാൻ പോകുന്ന അന്വേഷണങ്ങളിൽ പുറത്തു വരാനിരിക്കുന്ന പല പ്രധാനപ്പെട്ട കാര്യങ്ങളുമുണ്ട്. അപ്പോഴാണ് ശബരിമലയിലെ ചില ഉന്നതർ ഈ കേസിൽ കുടുങ്ങാൻ പോകുന്നത്. ആരാണ് ഇതിന് കത്താദ്യം നൽകുന്നത് എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് ഈ സ്വർണ്ണപ്പാളികളിൽ വീണ്ടും സ്വർണം പൂശിക്കാൻ മുൻകൈയെടുത്ത ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തേക്ക് വരികയും ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്നത് എന്തിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ വീണ്ടും വീണ്ടും ദേവസ്വം ബോർഡ് ഇതിന്റെ ചുമതലയിലേക്ക് കൊണ്ടുവന്നത് എന്നതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപാടുകളിൽ പല ദുരൂഹതകളും ഉണ്ടായിട്ടും 2025 അതായത് ഇത്തവണ വീണ്ടും അതിൽ അറ്റകുറ്റപ്പണി നടത്താൻ ദേവസ്വം ബോർഡ് സമീപിക്കുന്നത്, അങ്ങോട്ട് അഭ്യർത്ഥന നടത്തുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയോടാണ്. അതിനുള്ള കാരണമായി ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പറയുന്നത് ഇതിന്റെ വാറണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിലായിപ്പോയി എന്നാണ്. അതെങ്ങനെ സംഭവിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, ദേവസ്വത്തിന് എന്തിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ ഒരു ഇടനിലക്കാരൻ എന്നതാണ്. ഇവിടെ ഈ കഴിഞ്ഞ ഓഗസ്റ്റിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അങ്ങോട്ട് സമീപിച്ച് ഇതിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തിയാൻ ആ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോയപ്പോൾ വേണ്ടി വന്നത് വെറും 19 ഗ്രാം സ്വർണമാണ്. അതായത് ഒരു 2.25 പവൻ സ്വർണം വരും. ഈ 2.25 പവൻ സ്വർണം എന്നത് ശബരിമലയിൽ ഒരു നട തുറന്നിരിക്കുന്ന ദിവസം 1 മണിക്കൂറിൽ അതിൽ കൂടുതൽ സ്വർണം ആ സന്നിധാനത്തേക്ക് എത്തുമെന്നതാണ്. അവിടെ എന്തിനു വേണ്ടി, ഈ ഒരു നിസ്സാരമായ കാര്യത്തിന് വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പിന്നാലെ വീണ്ടും ദേവസ്വം ബോർഡ് പോയി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭരണസമിതി ഇതിലൊന്നും തങ്ങൾക്ക് പങ്കില്ല, തങ്ങളെല്ലാം സുതാര്യമായി ചെയ്തു എന്ന് പറയുമ്പോൾ അവർ മുന ചൂണ്ടുന്നത് 2019 എ പത്മകുമാർ നേതൃത്വം നൽകിയ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭരണസമിതിയിലേക്കാണ്. മറുപടി പറയേണ്ട അല്ലെങ്കിൽ ഉത്തരം പറയേണ്ട ദേവസ്വം ബോർഡിന് കൃത്യമായ മറുപടിയുണ്ടോ? ഇതൊരു ആധികാരികമായ സ്ഥാപനമാണ് ചെന്നൈയിലുള്ളത്. അതിൻ്റെ ആധികാരികതയെ സംബന്ധിച്ചൊക്കെ നിങ്ങൾ ചാനലുകളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ആധികാരികമായ സ്ഥാപനത്തിൽ 40 വർഷത്തെ വാറണ്ടി ഉണ്ട്. ആ 40 വർഷത്തെ വാറണ്ടി അൺഫോർച്ചുനേറ്റ്ലി ഈ ഉണ്ണികൃഷ്ണൻ പേറ്റിയുടെ പേരിലാണ്. ഉണ്ണികൃഷ്ണൻ പേറ്റിയുടെ പേരിൽ ആയതുകൊണ്ടാണ്, ഈ 40 വർഷത്തെ വാറണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിലായതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ സ്പോൺസറുടെ സേവനം തേടേണ്ടി വന്നത്. വെറും 10 ഗ്രാമാണ്. നിങ്ങൾ നോക്കൂ, വെറും 10 ഗ്രാമാണ് ഞങ്ങൾക്ക് ഇയാൾ സ്പോൺസറായി തന്നിരിക്കുന്നത്. ഈ 10 ഗ്രാം എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിന് വഹിക്കാൻ പറ്റുന്ന കാര്യമല്ലേ. പക്ഷേ എന്നിട്ടും ഈ 40 വർഷത്തെ വാറണ്ടി ആയിരുന്നു ഞങ്ങളുടെ പത്രം. ആധികാരികമായ സ്ഥാപനമാണ്. ശബരിമലയിൽ നടന്നത് സംഘടിത കൊള്ളയെന്ന് ആരോപിച്ച് നിരവധി പേർ രംഗത്തെത്തുകയാണ്. യുവതീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് പന്തളത്ത് സംഘടിപ്പിക്കപ്പെട്ട നാമജപ ഘോഷയാത്രയെ അനുസ്മരിപ്പിക്കുന്നതായിരുന്നു ആറന്മുളയിലെ പ്രതിഷേധം. ശബരിമല സ്വർണ്ണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ടയിൽ സംഘപരിവാർ സംഘടനകളുടേതായി ആദ്യ പ്രതിഷേധം കൂടിയായിരുന്നു ഇത്. PS പ്രശാന്തിന്റെ രാജി ആവശ്യപ്പെട്ട് തിരുവനന്തപുരത്ത് ദേവസ്വം ബോർഡ് ആസ്ഥാനത്തിന് മുന്നിൽ ശരണം വിളിച്ച് തേങ്ങയുടച്ചു യൂത്ത് കോൺഗ്രസ്. അന്വേഷണം ആവശ്യപ്പെട്ട് പന്തളം കൊട്ടാരം. കാര്യം ഭക്തജനങ്ങൾ കാണിക്കയായിട്ട് അർപ്പിച്ചിരിക്കുന്ന സ്വർണ്ണങ്ങൾ അവിടുന്ന് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ഭക്തജനങ്ങൾക്കും എല്ലാ ഭക്തജനങ്ങൾക്കും അയ്യപ്പനിൽ വിശ്വാസമുള്ളവരും എല്ലാവർക്കും തന്നെ അത് ദുഃഖം ഉണ്ടാക്കുന്ന കാര്യമാണ്. ദേവസ്വം മന്ത്രിയുടെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും രാജി ആവശ്യപ്പെടുന്നു പ്രതിപക്ഷം. അപ്പോൾ ഒരു പ്രാവശ്യം കള്ളത്തരം കാണിച്ചു, സ്വർണം ദേവസ്വം ബോർഡിന്റെ അടിച്ചുമാറ്റി എന്ന് പറഞ്ഞത് രഹസ്യമായി വെക്കുകയും ആരും അറിയാതെ വെക്കുകയും ഒരു നടപടിയും സ്വീകരിക്കാതിരിക്കുകയും ക്രിമിനൽ നടപടികൾ ഉൾപ്പെടെ സ്വീകരിക്കാതിരിക്കുകയും ചെയ്ത് ഒളിച്ചു വെച്ച അതേ സംഘം വീണ്ടും അയാളെ തന്നെ വിളിപ്പിച്ച് വീണ്ടും സ്വർണം പൂശാൻ ഇത് കൊടുത്തു വിട്ടിരിക്കുന്നു എന്നുള്ള ഗുരുതരമായ കുറ്റമാണ് ചെയ്തിരിക്കുന്നത്.
ഞാൻ പറഞ്ഞ ഇതിന് ഉത്തരവാദികളായ ദേവസ്വം മന്ത്രിയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അടിയന്തരമായി രാജിവെക്കണം. ഇത്രയും വലിയ ഒരു കൊള്ള നടന്നിട്ട് ദേവസ്വം ഇന്റലിജൻസ് അന്വേഷിച്ചാൽ മതി എന്ന് പറയുന്നത് കള്ളനെ കാവലേൽപ്പിക്കുന്നതിന് തുല്യമല്ലേ? അതുകൊണ്ട് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നടന്ന മുഴുവൻ കാര്യങ്ങളും വിശദമായ ഒരു അന്വേഷണത്തിന് വിധേയമാക്കണം. എന്തുകൊണ്ട് മുഖ്യമന്ത്രി കമാന്നൊരക്ഷരം പോലും മിണ്ടുന്നില്ല? ഇതേക്കുറിച്ച് ഉത്തരം പറയണ്ടേ? അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ വാതോരാതെ അതേക്കുറിച്ചൊക്കെ പ്രസംഗിച്ച് നടന്നല്ലോ. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രാജിവെക്കണം. ഈ ബോർഡ് ഒന്നാകെ അംഗങ്ങളും ഉൾപ്പെടുന്ന ബോർഡ് രാജിവെക്കണം. നടന്നത് വലിയൊരു കൊള്ളയോ? ഈ തട്ടിപ്പ് ദേവസ്വം വിജിലൻസ് മാത്രം അന്വേഷിച്ചാൽ മതിയോ? തെളിവ് നശിപ്പിച്ച് കള്ളന്മാർ രക്ഷപ്പെടും മുൻപ് അന്വേഷണം വേണ്ടേ? കേരളം ഉത്തരം കാത്തിരിക്കുന്നു.